ഹായ് ഫ്രണ്ട്സ്, സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഞാനൊരു ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമായി ആകാറായിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ ആദ്യം മുതൽ ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം അത് കണ്ടു കഴിഞ്ഞ ശേഷം അതുപോലെ ഒന്ന് ചെയ്യാനായിട്ട് നോക്കുക. സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം എന്താണെന്നുള്ളത് വെച്ചാൽ, ഞാൻ ആദ്യമേ തന്നെ ഈ യൂട്യൂബ് ചാനൽ നമ്മളൊരു ഹൈ റേഞ്ച് ഏരിയ ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം എനിക്ക് യൂട്യൂബ് ചാനൽ എടുക്കണമെന്നുള്ളത് ഈ അടുത്തിടെ ഉണ്ടായ ഒരു മോഹമാണ്. നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനലിലെ വീഡിയോസ് എല്ലാം കണ്ട് ഒരുപാട് പേർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇതിനകത്തു നിന്നുള്ളൊരു വരുമാനമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നമുക്കൊരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് വിചാരിച്ചു നമ്മൾ ഈ ഒരു വർഷം 2025 ഒരുപാട് വീട്ടമ്മമാര്, ഒരുപാട് ലേഡീസ് ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയ വർഷം 2025. അപ്പം എനിക്കും അതിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹം. പക്ഷെ നമുക്ക് ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ചാനലായിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പം ഒരുപാട് ആൾക്കാരോട് നമ്മൾ ഇതിന്റെ ഒരു ഐഡിയാസ് ചോദിച്ചു. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച് ഒരു ഐഡിയാസ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അങ്ങനെ അറിയാവുന്നവർ പോലും പറഞ്ഞു തന്നിട്ടില്ലെന്നുള്ളതാണ്. എന്താ അതിന്റെ കാരണമെന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ ചോദിച്ച കുറെ ആൾക്കാർക്ക് അറിയാം. പക്ഷെ അവരൊക്കെ ചാനൽ എടുത്തു തരാം, സഹായിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അവരാരും നമ്മളെ ഹെൽപ്പോ സപ്പോർട്ടോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളെല്ലാം വിചാരിക്കും ഈ കാലഘട്ടത്തിലും ഈ ഒരു യൂട്യൂബ് ചാനൽ എടുക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടോ എന്നുള്ളത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, പുറലോകമായിട്ട് നമ്മൾ യാതൊരു ബന്ധവുമില്ലാതെ ഉള്ള ആൾക്കാരാണ്. ഇടുക്കിയിലാണ്, നമ്മുടെ ഹൈറേഞ്ചിലാണ് നമ്മുടെ വീട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിനെ കുറിച്ചോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ കുറിച്ചോ നമുക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നും പറഞ്ഞ് നമ്മുടെ ഈ 2025 മാർച്ച് മാസം 15-ാം തീയതി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിന് മുമ്പ് മുതൽ പ്ലാൻ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് പേരെ സമീപിച്ചെങ്കിൽ പോലും ആരും തന്നെ ഐഡിയ എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ഈ ഐഡിയ ഉണ്ടെങ്കിൽ പോലും ചാനലായിട്ട് എടുത്തു തരാനായിട്ട് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു ചേട്ടനോട് ഇങ്ങനെ യൂട്യൂബിനെ കുറിച്ച് അറിയാവുന്നത്, അവർക്കും ഒരു ചാനൽ ഉള്ളതാണ്. അപ്പൊ അവരോട് ഇങ്ങനെ സമീപിച്ചിട്ട് നമ്മൾ ചോദിച്ചു, യൂട്യൂബ് ചാനൽ നമുക്ക് എടുത്തു തന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം എടുത്തു തരാമെന്ന് പറഞ്ഞെങ്കിൽ പോലും 1-2 ആഴ്ചയായി അവര് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞാൽ അവർ കുറെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു. 2 ദിവസം കഴിയുമ്പോൾ വരാം, 3 ദിവസം കഴിയുമ്പോൾ വരാം. പക്ഷെ നമുക്ക് അവര് വരുവോ, നമുക്ക് ചാനൽ എടുത്ത് തരുവോ, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ചാനൽ എടുത്തോന്ന് പോലും അവര് ചോദിച്ചിട്ടില്ല. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സുമാണ്. അപ്പം അങ്ങനെ ഇരിക്കെ എനിക്കൊരു വാശിയായി, നമുക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെയെങ്കിലും അത് എടുക്കണമെന്നുള്ളൊരു വാശിയിൽ ഒരു ദിവസം ഞാൻ ഇതുപോലെ മൊബൈൽ കടയിൽ പോയി മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ആ കൊച്ചിനോട് ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴത്തേന് ആ കൊച്ചു പറഞ്ഞു, എൻ്റെ ബാപ്പായ്ക്കുണ്ട് യൂട്യൂബ് ചാനൽ, ഞാനാണ് എടുത്തു കൊടുത്തത്. അപ്പം ചേച്ചിക്ക് ഞാൻ യൂട്യൂബ് ചാനൽ എടുത്തു തരാമെന്നും പറഞ്ഞ് ആ ചെറുക്കനാണ് എനിക്ക് യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ മാർച്ച് മാസം 15-ാം തീയതി 3 മണിക്ക് നമുക്ക് യൂട്യൂബ് ചാനൽ എടുത്തു തരുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. കാരണം ആ ചെറുക്കന് ആണ് നമ്മളൊരു പേര് നമ്മൾ കണ്ടെത്തിയിട്ട് കൊണ്ട് അവരോട് പറഞ്ഞിട്ട് ആ ചെറുക്കനാണ് നമുക്ക് യൂട്യൂബ് ചാനൽ എടുത്തു തന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഷോർട്സ് വീഡിയോസ് ഒക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പം ഷോർട്സ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷെ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ 1000 സബ്സ്ക്രൈബറും 4000 മണിക്കൂർ വാച്ച് അവറും എന്നുള്ളതിലൊക്കെ നമ്മൾ ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുന്ന ആ വ്യൂസ് ഒക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുക എന്ന് വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആകുക എന്ന് വിചാരിച്ചത്. പക്ഷെ അതിനുശേഷമാണ് ഞാൻ അറിയുന്നത്, ഒരു 670 സബ്സ്ക്രൈബർ ഒക്കെ ഉള്ള സമയത്താണ് ഞാൻ അറിയുന്നത് നമ്മുടെ ഷോർട്സിലുള്ള യാതൊരു മണിക്കൂറോ അല്ലെങ്കിൽ അതിന്റെ മിനിറ്റുകളോ ഒരു കാരണവശാലും നമുക്ക് അതിലേക്ക് ആഡാകാനായിട്ട് സാധ്യതയില്ല എന്ന് അറിയുന്നത്. അങ്ങനെ ഒരു ചേച്ചി യൂട്യൂബ് ചാനൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചേച്ചിയെ പരിചയപ്പെട്ടപ്പോൾ ആ ചേച്ചിയാണ് എന്നോട് പറഞ്ഞിരുന്നത്, നമ്മൾ എന്തായാലും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വരുമാനം, നമ്മളെല്ലാവരും വന്നിട്ട് എന്തെങ്കിലും ഒരു എയിം ചെയ്തിട്ടാണല്ലോ ഇതുപോലെ ഒരു ചാനലുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ എനിക്കും ഒരു 10 രൂപ കാശ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ മറ്റൊരാളോട് ഒരു 10 രൂപ കാശിന് വേണ്ടി കൈ നീട്ടാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഒരു ഹെൽപ്പ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലതെന്ന് കരുതിയിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ചേച്ചി 670 സബ്സ്ക്രൈബർ ഉള്ള സമയത്ത് ആ ചേച്ചി പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ എന്തായാലും ഇതിനകത്ത് എന്തെങ്കിലും ചെറിയൊരു വരുമാനം ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്.
അപ്പം നിങ്ങൾ പിന്നെ എന്താണ് ഇപ്പൊ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്, ഇതിനെ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ റീൽസ് ആണ് ചെയ്യുന്നതെന്ന് ഇപ്പം പറഞ്ഞു. നമുക്ക് വാച്ച് അവർ 4000 മണിക്കൂർ വാച്ച് അവർ എന്ന് പറയുന്നത് നമ്മൾ ലോങ് വീഡിയോസ് ചെയ്യുക, അതുപോലെ തന്നെ ലൈവുകൾ ചെയ്യുക. അതിൽ കൂടെയാണ് നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ 4000 മണിക്കൂർ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഞാൻ ഷോർട്സ് ആണ്, ഞാൻ ശരിക്കും പറഞ്ഞ ലോങ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ചേച്ചി പറഞ്ഞു അങ്ങനെ തുടങ്ങുമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ആഴ്ചയിൽ 2 ദിവസം ലോങ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഒരു 50 സബ്സ്ക്രൈബർ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് ലൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ ഇതാരും തന്നെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 670 സബ്സ്ക്രൈബ് ഉള്ളപ്പോഴത്തേന് ഇതുവരെ ചേച്ചിയിൽ നിന്ന് അറിഞ്ഞു ഇതുപോലെ ലൈവ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് അവർ കൂടുമെന്ന് അറിഞ്ഞ് അന്ന് മുതൽ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അന്നത്തെ ഒരു ദിവസം എന്നാൽ ചെയ്തു നോക്കാമെന്നും പറഞ്ഞ് ലൈവ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞിരുന്നു ഇതുപോലെ മോശപ്പെട്ട കമന്റുകളൊക്കെ വരും, ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ലൈവ് നമ്മൾ ആദ്യമേ തന്നെ കയറി കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഒരുപാട് മോശപ്പെട്ട കമന്റുകൾ വന്നു ഫസ്റ്റ് ഡേ തന്നെ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, ശരിക്കും ഞാൻ ലൈവിൽ വെച്ചിട്ട് ഞാൻ പരിചയപ്പെടുന്ന ഒരു ഫ്രണ്ടാണ് നമ്മുടെ അഭില രാജേഷ് എന്ന് പറഞ്ഞ് നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു ഫ്രണ്ട്. അപ്പം അത് ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരുപാട് മോശപ്പെട്ട കമന്റുകൾ വന്നപ്പോൾ അത് എന്നോട് പറഞ്ഞു അവരെ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല ഈ ബ്ലോക്ക് ചെയ്യാനോ കാര്യങ്ങളോ, ഈ യൂട്യൂബ് സംബന്ധമായിട്ട് ഒരു കാര്യങ്ങളും അറിയാതെയാണ് യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ഈ ലൈവിൽ കയറി ഇരിക്കുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക് സബ്സ്ക്രൈബർ ഒരുപാട് പേര് കൂടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ യൂട്യൂബിന് സംബന്ധമായിട്ട് ഒന്നും അറിയത്തില്ല. അപ്പൊ ചേച്ചി പറയുന്നുണ്ട് മോശപ്പെട്ട കമന്റ് വന്നാൽ ബ്ലോക്ക് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതെങ്ങനെയാ ഡിലീറ്റ് ചെയ്യുന്നതെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാതെ വന്നു. അപ്പം ആ കുട്ടിയാണ് അതിനുശേഷം ആ ലൈവിൽ വെച്ചിട്ട് അഭില എന്ന് പറഞ്ഞ ആലപ്പുഴക്കാരി ആ കുട്ടിയാണ് എന്നോട് പറഞ്ഞു തന്നത് ഇന്ന പോലെ ഒരാൾക്ക് ബ്ലൂ കൊടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു തന്ന് അന്ന് ആ ലൈവ് ഒരുവിധം നല്ലൊരു സക്സസ് ആയിട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ ശേഷം ആ കുട്ടിയുടെ നമ്പർ വാങ്ങിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി യൂട്യൂബ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കി. അത് പ്രകാരമാണ് ഞാൻ പിന്നെ 2ാമത്തെ ദിവസം മുതൽ ഞാൻ ലൈവ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ ഇതിന്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും, എനിക്ക് തോന്നുന്ന ഒരുപാട് പേര് നല്ല ആൾക്കാരുണ്ട്, ഒരുപാട് പേര് നമുക്ക് പറഞ്ഞു തന്നാൽ രക്ഷപ്പെടും എന്ന് കരുതി പറഞ്ഞു തരാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആദ്യം തന്നെ ഞാൻ ഷോർട്സ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഷോർട്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസം വന്നിട്ട് നമുക്ക് ഒരുപാട് വ്യൂസ് കുറവാണ്, 20 വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസം ഞാൻ കണ്ടിന്യൂസ് ഒരു ദിവസം 2 വീഡിയോ വെച്ചിട്ട് കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാൻ തുടങ്ങി. അപ്പം 20 എന്നുള്ള 30ആയി, 50ആയി, 100ആയി, 500ആയി. അപ്പം അങ്ങനെ ഓരോ ദിവസങ്ങളിലും നമ്മൾ ഷോർട്സ് ചെയ്യുമ്പോഴത്തേന് വ്യൂസ് കയറാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി ഷോർട്സ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് എന്തൊരു കാര്യമാണേലും, ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്നതാണ്, എന്തൊരു കാര്യമാണേലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേ അതിനൊരു വിജയം ഉണ്ടാവുള്ളൂ. ഷോർട്സ് വീഡിയോ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് 1K അതുപോലെ 2Kയിലേക്കൊക്കെ അങ്ങ് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ഒരു ലോട്ടറി അടിക്കുന്ന പോലത്തെ ഒരു വലിയൊരു സന്തോഷമായി. അതിനുശേഷം ഈ ചേച്ചി പറഞ്ഞ പ്രകാരം ലോങ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തു. ലൈവ് സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് മോശ കമന്റുകൾ വരുമല്ലോ, അത് സ്വാഭാവികമായിട്ട് വരും, സോഷ്യൽ മീഡിയയാണ്, പലരും വരും. എന്തായാലും അതിനെയൊക്കെ അതിജീവിച്ച് നമ്മുടെ മനസ്സിനകത്ത് ഒരു ലക്ഷ്യം, എന്തായാലും ഇതിനകത്തുനിന്ന് ഒരു 10 രൂപ കാശ് ഉണ്ടാക്കണമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോയി. ഇന്ന് എൻ്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് 28ാമത്തെ ദിവസവും ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസം തികഞ്ഞിട്ടില്ല, 3ാമത്തെ മാസം ആകുന്നതേ ഉള്ളൂ. അതിനുള്ളിൽ ഞാൻ 5K സബ്സ്ക്രൈബറും ആകാറായി. അതുപോലെ തന്നെ 4000 മണിക്കൂർ വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്യാറായി. പക്ഷെ അത് എന്തുകൊണ്ടാന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം. എന്തൊരു കാര്യം ചെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ലോങ് വീഡിയോസ് ചെയ്യുക, അതുപോലെ തന്നെ ഒരാഴ്ച ഒരു 2 ലോങ് വീഡിയോസ് ഏതും ചെയ്യുക, അതുപോലെ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, അതുപോലെ ഷോർട്സ്, ഈ 3ഉം ഒരുപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഷോർട്സ് വീഡിയോയുടെ നമ്മുടെ ആ ഒരു മണിക്കൂറോ ആ ഒരു മിനിറ്റുകളോ ഒന്നും നമ്മുടെ വാച്ച് അവറിൽ ആഡാകുകയില്ല. മോണിറ്റേഷൻ കഴിഞ്ഞ ശേഷമായിരിക്കും അത് ആഡാവുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ ഞാൻ പിന്നീട് പറയാം. എന്തായാലും ഒരുപാട് ഇഷ്ടത്തോടു കൂടി ഞാൻ അത് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നെക്കാളും ഒരുപാട് അറിവും കാര്യങ്ങളും ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിനുള്ളിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ മടി പിടിച്ചിരിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകാം. നിങ്ങൾ നാണം നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ ഒരു ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ മുഖം കാണിച്ച് ചെയ്യുമ്പോഴത്തേന് അവർ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു വിചാരിക്കും എന്നുള്ള ആ തോട്ട് മാറ്റിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു കാര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബുമായിട്ട് യാതൊരു കണക്ടിവിറ്റി ഇല്ലാത്ത, യൂട്യൂബിനെ കുറിച്ച്
കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അറിയാത്ത ഞാൻ എന്തായാലും ഈ ഒരു 3 മാസം തികയുന്നതിന് മുമ്പേ ഒരു 5K സബ്സ്ക്രൈബർ ആകാനും അതുപോലെ തന്നെ ഈ ഒരു 4000 മണിക്കൂർ വാച്ച് അവർ ആകാനായിട്ടുള്ള, ഞാൻ ശരിക്കും പറഞ്ഞ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ മണിക്കൂറുകൾ ഞാൻ നോക്കി. 4000 മണിക്കൂർ ഞാൻ കംപ്ലീറ്റ് 365 ദിവസം കൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു ദിവസം 13.5 മണിക്കൂർ വേണം. 13.5 മണിക്കൂർ ഒരു ദിവസം നമ്മൾ കറക്റ്റായിട്ട് ആ വാച്ച് അവർ കിട്ടിയെങ്കിൽ, ആ മണിക്കൂർ കിട്ടിയെങ്കിൽ മാത്രമേ ഒരു വർഷം കണ്ടിട്ട് നമുക്ക് 4000 മണിക്കൂർ ആവുള്ളൂ. പക്ഷെ ഞാൻ ഓർത്ത് ഇതെങ്ങനെ ഞാൻ ചെയ്യും, കാരണം 13.5 മണിക്കൂറിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ദൈവം പോലെ ഇതുപോലെ ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, ലൈവ് ചെയ്യൂ, ലൈവിൽ കൂടെ നമുക്ക് വാച്ച് അവറെ കൂട്ടാൻ കഴിയും, അതുപോലെ ലോങ് വീഡിയോ ചെയ്യുന്നു പറഞ്ഞു. അത് പ്രകാരം ഞാൻ ചെയ്തത് കൊണ്ടാണ് ഇന്ന് സന്തോഷമായിട്ട് ഞാൻ ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. അപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു 3 മാസം ഇപ്പം നമ്മള് ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് ജൂൺ മാസം 15-ാം തീയതി ആയിട്ടില്ല. ഇന്ന് ജൂൺ മാസം 12-ാം തീയതി ആയിട്ടേ ഉള്ളൂ. ഈ ജൂൺ മാസം 15-ാം തീയതി ആകുമ്പോഴേ ഞാൻ ചാനൽ എടുത്തിട്ട് 3 മാസം ആകുള്ളൂ. എന്തായാലും എന്നെ ഒരുപാട് നല്ല നല്ല മനുഷ്യർ, പുറം രാജ്യങ്ങളാണേലും നമ്മുടെ സൗദിയിലോ UK യിലോ ഒരുപാട് നല്ല നല്ല ആൾക്കാർ, നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് നല്ല നല്ല ആൾക്കാരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ 3 മാസം കൊണ്ട് ഈ ഒരു ക്രൈറ്റീരിയ വന്ന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം എല്ലാവരോടും. പക്ഷെ അതിലപ്പുറം ഒരു വാക്കുണ്ടെങ്കിൽ അതായിരിക്കും പറയേണ്ടത്. കാരണം എനിക്ക് പ്രത്യേകിച്ച് ആരുടെയും ഒരു പേരെടുത്ത് പറയാൻ കഴിയില്ല. അവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇനി ഒരുപാട് നല്ല ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ജോലി ഇപ്പൊ എന്നെ കൂടുതൽ വന്ന് ഞാൻ രാവിലെ 11 മണിക്കും രാത്രി 8 മണിക്കുമാണ് ഞാൻ ലൈവ് ഇടാറ്. രാവിലെ 2 മണിക്കൂറും രാത്രി 1.25 മണിക്കൂർ, മാക്സിമം 1.5 മണിക്കൂറാണ് ഞാൻ ലൈവ് ഇടാറ്. പക്ഷെ ഓരോ ആൾക്കാർ രാവിലെയൊക്കെ ആണെങ്കിലും ജോലി തിരക്കിലാണെങ്കിൽ പോലും ഒരു നിമിഷമെങ്കിലും എനിക്ക് വേണ്ടി കണ്ടെത്തി എന്നെ സപ്പോർട്ട് ചെയ്യാനോ ലൈക്ക് അടിക്കാനോ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനോ ആ ലൈവിലേക്ക് കയറി വരുന്നത് കാണുമ്പോഴത്തേനും ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് ഓരോ ആൾക്കാരുടെ പേരെടുത്ത് പറയാൻ കഴിയില്ല. കാരണം അതുപോലെ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് അത് ചത്ത് കിടക്കുന്ന ആ ഒരു ചാനൽ ആണെന്നുണ്ടെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾ എടുക്കാൻ നോക്കുക. കാരണം നിങ്ങൾ ആ ഉറങ്ങിക്കിടക്കുന്ന ചാനലിനെ ഒന്ന് ഉണർത്തിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ ആ വീഡിയോസ് ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഒരു ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്ത് 2ാമത്തെ ദിവസം ആ വീഡിയോ ചെയ്തില്ലെങ്കിൽ അതിന് വ്യൂസ് കുറയും. അത് ഓട്ടോമാറ്റിക് എന്തൊരു കാര്യത്തിനാണേലും അത് നമുക്കൊരു ഫ്ലോ വരും. എന്തൊരു ജോലിയിലാണേലും അങ്ങനെ തന്നെ. ഒരു ദിവസം നല്ലോണം ചെയ്ത് ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ അതിനൊരു ഇത് വരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതും ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എന്തൊരു കാര്യം ചെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, അതിന് വിജയം കറക്റ്റ് ഉറപ്പാണ്. അതുകൊണ്ട് വീഡിയോസ്, ഷോർട്സ് വീഡിയോസ്, ലോങ് വീഡിയോ, അതുപോലെ തന്നെ ലൈവ്, അതൊക്കെ കണ്ടിന്യൂസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ എന്റെ വീഡിയോ കൊണ്ട് കുറച്ചു പേർക്കെങ്കിലും പ്രയോജനമായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്നെക്കാളും നല്ല കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു വ്യക്തി ഈ ഒരു 3 മാസം കൊണ്ട് 5K സബ്സ്ക്രൈബറും, അത് എന്റെ കഴിവല്ല കേട്ടോ, നമ്മുടെ ഓരോ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ആൾക്കാരുടെ കഴിവാണ്. 5K സബ്സ്ക്രൈബറും അതുപോലെ 4000 മണിക്കൂർ വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ദൈവം തമ്പുരാന്റെ ഭയങ്കര ഒരു അനുഗ്രഹവും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു എഫർട്ടും ആണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങി തൂങ്ങിയിരിക്കാണ്ട് അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കാണ്ട് അത് ആ ചാനലൊക്കെ ഒന്ന് പൊടി തട്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് വന്ന് മടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ടൊന്ന് വന്നിട്ട് നിങ്ങളൊന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഒക്കെ ഒന്ന് ചെയ്തൊന്ന് മുന്നേറും. ഒരു 10 രൂപ കാശ് വരുമാനം നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും പ്രയോജനപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിനു. ബൈ ബൈ.